കർണാടകയിലെ അങ്കോളയിലെ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായിട്ടുള്ള തെരച്ചിൽ 7ാം ദിവസവും പുരോഗമിക്കുകയാണ്. കൈരളി വാർത്താ സംഘം ഷിരൂരിൽ നിന്ന് ചേരുന്നുണ്ട് തത്സമയം. സന്തോഷിലേക്ക് പോവുകയാണ്. സന്തോഷ്, ഇന്ന് രാവിലെ മുതൽ ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനം എങ്ങനെ? വിനിഷ, ഇപ്പോൾ തിരച്ചിൽ മണിക്കൂറുകളായി തിരച്ചിൽ ആരംഭിച്ചിട്ട് ഇതുവരെയും ഒരു തരത്തിലുള്ള ശുഭസൂചനകളും ഒരു തരത്തിലുള്ള സൂചനകളും ലഭ്യമായിട്ടില്ല. ഈ തിരച്ചിലുണ്ടായ ഒരു പുരോഗതി ഇപ്പോൾ ഈ നദിയിൽ രൂപപ്പെട്ട മൺതിട്ടയുടെ മുകളിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ഒരു 10ഓളം വരുന്ന സംഘമാണ് ഇപ്പോൾ അവിടെ തിരച്ചിൽ നടത്തുന്നത്. ഈ നദിയിൽ, ഗംഗാവാലി നദിയിൽ ഈ മണ്ണ് ഇടിച്ചിറങ്ങി വന്ന് അവിടെ നദിയുടെ മധ്യഭാഗത്തായി ഒരു വലിയ മൺതിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. ആ മൺതിട്ട എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു നദിയുടെ ആഴം മുഴുവൻ കവർ ചെയ്താണ് അത് മുകളിലേക്ക് മൺതിട്ടയായി ഉയർന്നു നിൽക്കുന്നത്. അതിന് മുകളിൽ ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ സ്കൂബ വിങ്ങിൻ്റെ തിരച്ചിലും നദിയിൽ ആരംഭിച്ചിട്ടുണ്ട്. 2 തരത്തിലുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. ഒന്ന്, ഈ മണ്ണിടിഞ്ഞു വീണ റോഡിൻ്റെ ഭാഗത്ത് മണ്ണ് നീക്കിയുള്ള പരിശോധന നടക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ നദിയിൽ നടക്കുന്ന പരിശോധനയാണ് ഉള്ളത്. ഏതായാലും ഇന്നലെ ഇപ്പോൾ കർണാടകയുടെ റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൗഡ ഇവിടെ ഈ മണ്ണിനടിയിൽ ഇനി ലോറി ഇല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ അത് പൂർണ്ണമായിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എത്രത്തോളം ഭാഗത്ത് ഇതൊരു വളവുള്ള ഒരു സ്ഥലമാണ് ഈ മണ്ണിടിഞ്ഞ സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് എത്ര ഉള്ളിലേക്ക് വാഹനം നിർത്തിയിടാറുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഡ്രൈവർമാരെല്ലാം പറയുന്നത്. ഇതുവഴി പോകുന്ന ഡ്രൈവർമാർ പറയുന്നത് വാഹനം കുറെ കൂടി അങ്ങോട്ടേക്ക് മാറ്റിയിടാനുണ്ട്. അതായത് ഇനിയും മണ്ണ് മാറ്റാൻ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി ലോറികൾ കയറ്റി തന്നെയാണ്. രണ്ടാമത്തെ സാധ്യത മാത്രമാണ് ഈ നദിയിലേക്ക് ലോറി വീണിട്ടുണ്ടാകാനുള്ള സാധ്യത. അത് നമ്മൾ ആരും തന്നെ അത്തരത്തിലുള്ള ഒരു സാധ്യത അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഈ കരയിൽ തന്നെ, ഈ മണ്ണിനടിയിൽ തന്നെ ഇവിടെ അർജുനും ലോറിയും ഉണ്ടാകണം എന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. ഏതായാലും ഈ 2 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ കോഴിക്കോട് MP MK രാഘവൻ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴുള്ള തിരച്ചിലിൽ പൂർണ്ണ സംതൃപ്തനാണ് എന്നുള്ളത് തന്നെയാണ്. മറ്റ് വിവാദങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ഏതായാലും ഇപ്പോൾ കർണാടക സർക്കാരിൻ്റെ ഇടപെടലുകളിൽ സംതൃപ്തനാണ് എന്നുള്ളതാണ് MK രാഘവൻ MP സൂചിപ്പിച്ചിട്ടുള്ള കാര്യം. മാത്രമല്ല, ഇന്നലെ ഈ കൃഷ്ണ ബൈരഗൗഡ ഈ മന്ത്രി പറഞ്ഞ കാര്യം അത് ചില ഉദ്യോഗസ്ഥർ ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിച്ചതാകാം എന്നാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ നടത്തുന്ന പ്രധാനപ്പെട്ട രക്ഷാപ്രവർത്തനം, ഈ തിരച്ചിൽ നടത്തുന്നത് സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ്. ഇനി നമുക്കുള്ള ഒരു പ്രതീക്ഷ, ഇപ്പോൾ ആധുനിക സംവിധാനങ്ങൾ, അതായത് ഡീപ് സെർച്ച് റഡാർ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഉച്ചയോടുകൂടി ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അത്തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങളിൽ മാത്രമാണ് പ്രതീക്ഷ. കാരണം ഈ മണ്ണിൻ്റെ വീണതിൻ്റെ വ്യാപ്തിയോ അല്ലെങ്കിൽ അതിൻ്റെ ആഴമോ ഒന്നും നമുക്ക് പുറമെ നിന്നും തിട്ടപ്പെടുത്താൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യകൾ, ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളും അതിലുള്ള വാഹനമുണ്ടോ മണ്ണിനടിയിൽ എന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നദിയിലെ മണ്ണിട്ടയിലും റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. പക്ഷേ സമയം ഇതുവരെ ആയിട്ടും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ എല്ലാവർക്കും ഉണ്ടായിരുന്ന പ്രതീക്ഷ സൈന്യം എത്തുന്നതോടുകൂടി വലിയ പുരോഗതി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. കാരണം അർജുന്റെ കുടുംബം തുടർച്ചയായി സൈന്യത്തെ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടു. മലയാളികൾ ഒന്നടങ്കം സൈന്യത്തിന്റെ സേവനം വേണം എന്നാവശ്യപ്പെട്ടു. സൈന്യം ഇന്നലെ എത്തിയെങ്കിലും പൂർണ്ണ സജ്ജമായിക്കൊണ്ടല്ല സൈന്യം ഇന്നലെ എത്തിയത്. അവർക്ക് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടായിട്ടില്ല, ആധുനിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ സൈന്യം നടത്തിയിട്ടുള്ള തിരച്ചിലിൽ വലിയ പുരോഗതി ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ എത്തുകയാണെങ്കിൽ അതിൽ പുരോഗതി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ സന്ദർശനം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള തിരക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ സമയമെടുത്തുകൊണ്ടുള്ള ഒരു തിരച്ചിലുള്ള സമയം ലഭിക്കാത്ത പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മുതൽക്ക് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുകൂലമായ ഘടകമായി ഇതുവരെയും നിലനിന്നത് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. രാവിലെ അല്പസമയം മഴ പെയ്തെങ്കിലും പിന്നീട് ഒരു 2 മണിക്കൂർ നേരമായി ഇപ്പോൾ മഴ പെയ്തിട്ടേ ഇല്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ മാനം വീണ്ടും ഇരുണ്ട് വരികയാണ്. കാർമേഘങ്ങളുണ്ട്. മഴ പെയ്യാനുള്ള സാധ്യത തന്നെയാണ്. അത് വലിയ മഴ പെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അത് നമ്മളുടെ ഈ തിരച്ചിലിന്റെ പുരോഗതിയെ
ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ശക്തമായ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഇവിടെയുള്ള പരിശോധന ദുഷ്കരമാകും. മാത്രമല്ല മണ്ണ് കൂടുതൽ ഇടിയാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിലെല്ലാം കാണാൻ കഴിയുന്നത് പോലെ ഞാൻ നിൽക്കുന്നതിന്റെ ഒരു പിൻഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ രീതിയിൽ മണ്ണും കല്ലുമെല്ലാം തന്നെ ഇടിഞ്ഞ് താഴേക്ക് വന്ന സാഹചര്യം. അതിന്റെ മുകളിലേക്ക് ഇനിയും കുന്നു തന്നെയാണ്. അതുകൊണ്ട് മഴ കനത്തു കഴിഞ്ഞാൽ അവിടെയുള്ള പലതരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ തിരച്ചിൽ ദുഷ്കരമാകാനുള്ള സാധ്യത എല്ലാം തന്നെയുണ്ട്. മഴ മാറി നിൽക്കുകയാണെങ്കിൽ തിരച്ചിൽ കുറച്ചുകൂടി വേഗത ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി ഈ പറയുന്ന സംവിധാനങ്ങൾ, റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തും എന്നുള്ളതിൽ പ്രതീക്ഷയുണ്ട്. നേരത്തെ ഈ ഒരു കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു തിരച്ചിൽ വൈകാൻ ഇടയാക്കിയ കാരണം മാത്രമല്ല ആദ്യഘട്ടങ്ങളിൽ എത്തിച്ചിട്ടുള്ള റഡാറെല്ലാം എന്ന് പറയുന്ന സംവിധാനം അതൊന്നും വേണ്ടത്ര കാര്യശേഷിയില്ലാത്ത ഒരു സംവിധാനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പ്രയോജനപ്പെട്ടിട്ടില്ല. അത് ഇന്ന് കുറച്ചുകൂടി പുതിയ സംവിധാനങ്ങൾ എത്തുന്നു എന്നുള്ളതിന്റെ പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അത്തരത്തിൽ സൈന്യം ഈ തിരച്ചിൽ നടത്തുന്ന സംഘത്തിലുള്ളത് ഇപ്പോൾ സൈന്യം തിരച്ചിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങൾ ഉണ്ട്. മലയാളിയായിട്ടുള്ള രഞ്ജിത്ത് ഇസ്രായേലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമുണ്ട്. അവരെല്ലാം കൂടിയാണ് തിരച്ചിൽ നടത്തുന്നത്. നദിയിൽ ഗംഗാവാലി നദിയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന തിരച്ചിൽ നടത്തുന്നത് ഗംഗാവാലി നദിയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഇത് ഈ ഒരു ഭാഗത്ത് നേരെ മറുഭാഗത്ത് ഗംഗാവാലി നദിയാണ്. ഇവിടെ നിന്നും മണ്ണിടിഞ്ഞ് താഴേക്ക് ഗംഗാവാലി നദിയിലേക്കാണ് ഈ പറയുന്ന മണ്ണ് മുഴുവൻ പോയിട്ടുള്ളത്. അവിടെ ഈ നമുക്ക് ഒരു ഏതാണ്ട് ഒരു വലിയ വ്യാപ്തിയുള്ള വീതിയുള്ള ആഴമുള്ള ഒരു നദി തന്നെയാണ് ഈ ഗംഗാവാലി നദി. ഈ ഗംഗാവാലി നദിയുടെ മധ്യഭാഗം വരെയും ഈ മണ്ണിടിഞ്ഞ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വലിയ മൺതിട്ട രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം എത്രത്തോളം മണ്ണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. സമാന്തരമായിക്കൊണ്ട് തന്നെ രണ്ട് തിരച്ചിലും പുരോഗമിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഏതായാലും ഇന്ന് രാവിലെ മുതൽക്ക് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. പലരും മലയാളികളൊക്കെ ഇതറിഞ്ഞ് ഇവിടേക്ക് സ്വയം സന്നദ്ധരായി എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ കോഴിക്കോട് നിന്നും ജോഷിലെല്ലാം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് മുക്കത്ത് നിന്നുള്ള ഒരു സംഘം സ്വയം സന്നദ്ധരായിക്കൊണ്ട് ഇവിടേക്ക് എത്തുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു മലയാളികളുടെ ഒരു ഉണർന്ന പ്രവർത്തനം, അല്ലെങ്കിൽ അത് ഈ അർജുൻ നമ്മുടെ എല്ലാവരുടെയും ഒരു കുടുംബാംഗമാണ് എന്നുള്ള രീതിയിൽ ലോക മലയാളികൾ ഒന്നടങ്കം ഇതിനു വേണ്ടിയുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. ആ ഒരു സമ്മർദ്ദം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇവിടെ ഉണ്ട്. RTOയുടെ അതായത് ഈ ഗതാഗത വകുപ്പിൻ്റെ RTOയുടെ ഒരു സംഘം ഇവിടെയുണ്ട്. മാത്രമല്ല കാസർഗോഡ് നിന്നുള്ള DYSP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം ഇവിടെയുണ്ട്. രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ സംഘമുണ്ട്. അത്തരത്തിൽ ഈ ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാരിന് മറ്റൊരു സംസ്ഥാനത്ത് ഇടപെടാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും പരമാവധി ഇടപെടൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന് മാധ്യമ ഇടപെടൽ, ഏറ്റവും അർജുന് വേണ്ടിയുള്ള മലയാള മാധ്യമങ്ങളുടെ ഇടപെടലും ഏറ്റവും ശക്തമായി കൊണ്ട് തന്നെ അതും വലിയ സമ്മർദ്ദമായി തന്നെ കർണാടക സർക്കാരിന് മുകളിലുണ്ട്. ഇത്തരത്തിലുള്ള ഏതെല്ലാം രീതിയിൽ സഹായിക്കാൻ മലയാളികൾക്ക് കഴിയുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളത് ഓരോരുത്തരും അതിൻ്റെ ഒപ്പം ചേർന്ന് അർജുന് വേണ്ടി തങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളും സമ്മർദ്ദവും എല്ലാം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഇത്രയുമെങ്കിലും തിരച്ചിൽ മുന്നോട്ട് പോകുന്നത്, ഇത്രയെങ്കിലും പുരോഗതി ഇതിനെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്ന് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലിനെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എല്ലാവരും കാണുന്നത്. ഏതായാലും മഴ ഉണ്ടായിട്ടില്ലെങ്കിൽ, തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ അതും ഒരു ശുഭ സൂചന തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഇതുവരെയും ഈ ഒരു തിരച്ചിൽ പിന്നിട്ടിട്ട് ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഒന്നും ലഭിച്ചിട്ടില്ല. വിനിഷ, എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ അത്തരത്തിലുള്ള വാർത്തകൾക്ക് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുകയാണ്. വിനിഷ. സന്തോഷം, ഇത്രയേറെ ഒത്തുചേർന്ന് ഇത്രയേറെ സമ്മർദ്ദം ചെലുത്തുന്നത് മണ്ണിനടിയിലുള്ളത് മനുഷ്യജീവനാണ് എന്നുള്ള പരിഗണന ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. കാരണം ഇപ്പോഴും നമ്മളുടെ മുന്നിലുള്ള ഏറ്റവും പരമപ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അർജുനെ കണ്ടെത്തുക, അർജുനെ ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കഴിഞ്ഞ ദിവസം കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, അർജുൻ ഇവിടെയില്ല, അതായത് റോഡിനടിയിൽ റഡാർ പരിശോധന, റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്തെ റോഡിനടുത്ത് മണ്ണിനടിയിൽ അർജുനില്ല, അർജുൻ്റെ ലോറിയില്ല എന്ന് കൃത്യമായ ഒരു വിശദീകരണം ഒഫീഷ്യലായി തന്നെ കർണാടക
നൽകുമ്പോൾ അവിടെ മാറ്റിയ മണ്ണ് 98% മണ്ണ് നീക്കം ചെയ്തു എന്നാണ് കർണാടക റവന്യൂ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാർ തന്നെ പുറത്തോട്ട് പറയുന്നു, അവിടെ അത്തരത്തിലുള്ള മണ്ണ് നീക്കങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ വിഷ്വലിൽ കണ്ടാൽ അറിയാലോ, ദൃശ്യങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ടല്ലോ, അത്തരത്തിലുള്ള മണ്ണ് നീക്കങ്ങളൊന്നും തന്നെ ഇതുവരെയും നടന്നിട്ടില്ല. കഴിഞ്ഞ എല്ലാ ദിവസവും രാത്രി ഏകദേശം 8 മണി 7 മണിയോട് കൂടി തന്നെ രക്ഷാപ്രവർത്തന ദൗത്യം ഒഴിവാക്കി നിർത്തിവെച്ച്, താൽക്കാലികമായി നിർത്തിവെച്ച് പിറ്റേ ദിവസം രാവിലെ 6 കൂടി പുനരാരംഭിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇത്രയും ദിവസമായിട്ടും ഒരു വെളിച്ച സംവിധാനമോ അല്ലെങ്കിൽ അവിടെ രക്ഷാപ്രവർത്തനം രാത്രിയും നടത്താനുള്ള ഒരു സംവിധാനവും കർണാടക സർക്കാർ ഇതുവരെയും ഏർപ്പെടുത്തിയിട്ടില്ല. മാത്രവുമല്ല, അവിടെ റോഡിലുള്ള 98% മണ്ണ് നീക്കി ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ളത് പുഴയിലായിരിക്കും എന്ന തരത്തിൽ ഒഴുക്കനായിട്ടുള്ള ഒരു വിശദീകരണം മാത്രമാണ് ഔദ്യോഗികമായി കർണാടക സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. മലയാളികൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഇന്ന് സന്നദ്ധരായി കോഴിക്കോട് നിന്ന് ഒരു 30 അംഗ റെസ്ക്യൂ സംഘം പോകണം എന്നുണ്ടെങ്കിൽ അത് മലയാളിയായ ഒരു സഹോദരനെ, മണ്ണിനടിയിലുള്ളത് സഹോദരന്റെ ജീവനാണ് എന്നുള്ള ആ ഒരു കൺസിഡറേഷൻ, ആ ഒരു പരിഗണന കൊണ്ട് മാത്രമാണ്. സന്തോഷ്, തീർച്ചയായും അതുതന്നെയാണ് ഇന്നലെ വളരെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് ഈ കർണാടക റവന്യൂ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് മലയാളികളെ ഒന്നടങ്കം മാത്രമല്ല അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്ക് വളരെ നിരാശ സൃഷ്ടിച്ച ഒരു പ്രസ്താവനയായിരുന്നു ഇന്നലെ കർണാടക റവന്യൂ മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. വളരെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു പ്രസ്താവന. കാരണം വളരെ പ്രതീക്ഷയോടുകൂടി ഈ മണ്ണിനടിയിൽ അർജുൻ ഉണ്ടാകും, അർജുൻ്റെ ലോറി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ആളുകൾ കാത്തിരിക്കുമ്പോഴാണ് അദ്ദേഹം അവിടെ തിരച്ചിൽ അവസാനിച്ചു. അത് ഒരുപക്ഷെ ഉദ്യോഗസ്ഥ തലത്തിൽ കിട്ടിയ ഒരു വിവരമാണ്. എന്ത് വിവരമായാൽ പോലും അത് ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ ഉത്തരവാദിത്തത്തോടുകൂടി അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് നിരാശ സൃഷ്ടിക്കും. കൃത്യമായും തിരച്ചിൽ ഇനിയും നടത്താൻ ബാക്കിയുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഇന്നലെ മന്ത്രി പറഞ്ഞത് ശരിയല്ല എന്ന് വ്യക്തമാകുന്നതാണ്. ഇന്നിപ്പോൾ രാവിലെ മുതൽ ഈ മണിക്കൂർ ഇത്രയും വരെയും അവിടെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണ് മാറ്റുന്നത് ഇതുവരെയും പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് ഇനിയും വീണ്ടും അവിടെ മണ്ണ് മാറ്റാനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെയുള്ള ഇതുവഴി കടന്നു പോകുന്ന ലോറി ഡ്രൈവർമാരൊക്കെ പറഞ്ഞ കാര്യമുണ്ട്. അവിടെ ആ വളവിൽ ഒരു വളവ് തിരിഞ്ഞ സ്ഥലത്താണ് മണ്ണ് ഇടിഞ്ഞിട്ടുള്ളത്. അവിടെ കുറച്ച് അങ്ങോട്ട് മാറി ഉള്ളിലോട്ട് കയറി തന്നെ റോഡിൽ നിന്നും ഏറെ മാറി വരെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിടാറുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള മണ്ണ് കൂടി മാറ്റുന്നതിന് മുമ്പേ ആയിരുന്നു മന്ത്രി അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. രാവിലെ MK രാഘവൻ MPയോട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നമ്മൾ ആരാഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് അത് ഈ മന്ത്രിയെ ഏതോ ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടിയ വിവരമായിരിക്കാം, അതിനെ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ മുഖവിലേക്ക് എടുക്കാതിരിക്കാൻ മലയാളികൾക്ക് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെല്ലാവരും ലോകത്തിൻ്റെ നാനാ കോണുകളിലുള്ള ലോക മലയാളികൾ ഒന്നടങ്കം മാധ്യമങ്ങൾ തുറന്നുവെച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിൻ്റെ പുരോഗതിയെല്ലാം തന്നെ അനുനിമിഷം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു എടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ആശാവഹമായ ശുഭസൂചന നൽകുന്ന ഒരു പ്രതീക്ഷയും ഒരു റിപ്പോർട്ടും ഇന്ന് വരെ, ഈ 7-ാം ദിവസം വരെ അർജുനെ കാണാതായ ഇത്രയും ദിവസം വരെ കർണാടകയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഷിരൂരിൽ മണ്ണിനടിയിൽ ഇപ്പോഴും കിടക്കുകയാണ് അർജുൻ. ഒരു വീട്ടുകാർ കാത്തിരിക്കുന്നുണ്ട്. ആ അമ്മ പറയുന്നുണ്ട്, എൻ്റെ ചോരയാണ് മണ്ണിനടിയിൽ നിൽക്കുന്നത്. ഒരു ഭാര്യ കാത്തിരിക്കുന്നുണ്ട്, മകൻ കാത്തിരിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു അച്ഛൻ കാത്തിരിക്കുന്നുണ്ട്. മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്നുണ്ട് അർജുനെ. ശുഭപ്രതീക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവിടെ കാത്തിരിക്കുന്നത്. അർജുൻ ഈ മണ്ണിനടിയിൽ തന്നെ റോഡിന്റെ സൈഡിലുള്ള മണ്ണിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അതേ പ്രതീക്ഷ ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭൂമിശാസ്ത്രം ഇവിടെ വന്നാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഒരു ഭാഗത്ത് വളരെ ഉയരം കൂടിയ, ഞാനിപ്പോൾ നിൽക്കുന്നതിന്റെ പിൻഭാഗത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, വളരെ ഉയരം കൂടിയ ഒരു കുന്നാണ്. അവിടെ നിന്നാണ് മണ്ണിടിഞ്ഞ് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു റോഡിന്റെ ഒരു വളവുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ റോഡ് സൈഡിലേക്ക് എത്ര മാറി, അതായത് റോഡിന്റെ ഭാഗമായിട്ടുള്ള നമ്മൾ ഈ പറയുന്ന പാതയോരം എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിർണ്ണയിക്കുക അസാധ്യമാണ്. വളരെ കുറച്ച് ഭാഗം മാത്രമായിരിക്കില്ല. കാരണം ലോറി ഡ്രൈവർമാരൊക്കെ പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം പോലും നമ്മുടെ ഈ റോഡിൽ നിന്ന് വളരെ മാറിയാണ്. ഇവിടെ വേണമെങ്കിൽ ഒരു 2-3 ലോറികൾക്ക് പോലും നിർത്തിയിടാൻ, അതായത് അത്രയും വീതിയുള്ള സ്ഥലത്തേക്ക് മാറിയാണ് ഉള്ളിൽ നിൽക്കുന്നത്. ഇതുപോലെ സമാനമായിട്ടുള്ള സ്ഥലങ്ങൾ അവിടെയുമുണ്ട്, ഈ മണ്ണിടിഞ്ഞ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളമാണ് ആ സ്ഥലം, അതുകൊണ്ട് മണ്ണ് പൂർണ്ണമായി മാറ്റിയെന്നൊന്നും ഒരു തരം ആ സ്ഥലം അതുകൊണ്ട് മണ്ണ് പൂർണ്ണമായി മാറ്റിയെന്നൊന്നും ഒരു തരത്തിലും പറയാൻ പറയുന്ന മറ്റൊരു കാര്യം, അവിടെ നിന്നും മണ്ണ് കൂടുതലായി മാറ്റി
ഏതായാലും ഇപ്പോൾ ഈ ഒരു തിരച്ചിൽ അതേ മേഖലയിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നദിയിൽ ഗംഗാവാലി നദിയിലാണ് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം സമാന്തരമായി ഈ മണ്ണ് മാറ്റിക്കൊണ്ട് റോഡ് സൈഡിലുള്ള ഇടിഞ്ഞ ഭാഗത്തെ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള തിരച്ചിലും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തിരച്ചിൽ സംഘം പറയുന്നത് ഇപ്പോൾ നമ്മുടെ മലയാളിയായിട്ടുള്ള രഞ്ജിത്ത് ഇസ്രായേൽ ഉൾപ്പെടെ പറയുന്നത് പുഴയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും ലോറി പുഴയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല, അത് മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ കർണാടകയിൽ നിന്നെല്ലാമുള്ള ചില ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ മണ്ണിനടിയിലേക്ക്, അതായത് പുഴയിലേക്ക്, നദിയിലേക്ക്, ഗംഗാവാലി നദിയിലേക്ക് ലോറി പോകാനുള്ള സാധ്യതയുണ്ട്. ഈ മൺതിട്ട അവിടെ രൂപപ്പെട്ട, നദിയിൽ രൂപപ്പെട്ട വലിയ ഉയരമുള്ള മൺതിട്ട, അതായത് അത് എത്രയോ ആഴമുള്ള പുഴയാണ്, നദിയാണ്, അതിൽ എത്രയോ ആഴമുള്ള പുഴയാണ്, നദിയാണ്, അതിൽ ഒരു മൺതിട്ട രൂപപ്പെട്ടത്. ചിലപ്പോൾ ലോറി അതിലേക്ക് തിരച്ചിൽ ഇന്ന് ഇതുവരെ രാവിലെ മുതൽക്ക് ഇതുവരെയും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മഴ മാറി നിൽക്കുന്ന അനുകൂല സാഹചര്യത്തിൽ പരമാവധി വേഗം കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഈ പറയുന്ന കാര്യം റഡാർ ഉൾപ്പെടെയുള്ള, ഇന്നലെ പറഞ്ഞത് ഡീപ് സെർച്ച് റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിക്കുമെന്നായിരുന്നു. എന്നാൽ ഈ സമയം ഇതുവരെയായിട്ടും ആ സംവിധാനങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് ആണ് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഉച്ചയോടുകൂടി അത് എത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി തിരച്ചിൽ വേഗത്തിലാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഏതായാലും ഇപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളിലായി, ഒന്ന് മണ്ണ് ഇടിഞ്ഞു വീണ റോഡ് സൈഡിൽ മണ്ണ് നീക്കിയുള്ള പരിശോധനയും, മറ്റൊന്ന് റോഡിന്റെ മറുഭാഗത്ത് ഗംഗാവാലി നദിയിലുള്ള പരിശോധനയും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിനിഷ. സന്തോഷ് ഇന്ന് രാവിലെ തന്നെ അവിടെ എത്തി അവിടെയുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ കണ്ടതാണ്. നിലവിലെ സാഹചര്യം അനുസരിച്ച് സന്തോഷിന് മനസ്സിലായ കാര്യം എന്താണ് ഇനിയും? ആ രഞ്ജിത്ത് ഇസ്രായേൽ അടക്കം, രക്ഷാപ്രവർത്തകരടക്കം പറയുന്നു നദിയിലേക്ക് ഈ ട്രക്ക് പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നില്ല, മലയടിവാരത്തിൽ തന്നെ ഉണ്ടാകും, റോഡിൽ നിന്ന് അല്പം മാറിയായിരിക്കണം അർജുൻ്റെ ലോറി പാർക്ക് ചെയ്തത്, അർജുൻ അതിൽ ഉറങ്ങുകയായിരുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അർജുൻ്റെ ട്രക്ക് നദിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും മലയാളികളായ രക്ഷാപ്രവർത്തകർ തന്നെ പറയുന്നില്ല. നേരത്തെ റഡാർ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരുന്നെങ്കിൽ പോലും അവരിപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്നത് ഈ അർജുൻ്റെ വണ്ടി അടക്കമുള്ള ഈ ട്രക്ക് നിൽക്കുന്നത് മലയടിവാരത്ത് തന്നെയാകാം, ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകാം, കരയിലുള്ള മണ്ണിൽ തന്നെ ഉണ്ടാകും അർജുൻ്റെ ട്രക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തകർ പ്രതീക്ഷ വയ്ക്കുന്നത്.